അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ധന്യമായിട്ടുള്ള, അനുഗ്രഹീതമായിട്ടുള്ള വിശുദ്ധ റമദാനിൻ്റെ രാപകലുകളിലൂടെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാപമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ഒക്കെ അനുഗ്രഹീതമായ രാപകലുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ സവിശേഷമായ മാസത്തെ നോക്കിക്കാണുന്നത്. ഈ മാസത്തിന് ഇത്രയും മഹത്വം കൈവരാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഈ വിശുദ്ധമായ റമദാനിൽ മാനവ സമൂഹത്തിൻ്റെ വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നത് തന്നെയാണ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ, മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി മാനവ സമൂഹത്തെ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധമായ 4ാമത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ മനനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം, ഒരു പരിധിവരെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം എഴുതപ്പെട്ട ഗ്രന്ഥം, ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഓതിയാലും കൊതി തീരാത്ത ഗ്രന്ഥം. അങ്ങനെയുള്ള ഖുർആനെ സംബന്ധിച്ചിടത്തോളം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഈ ഖുർആനിനെ ബലിഷ്ഠമായൊരു മലയുടെ പുറത്തായിരുന്നു നാം അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഖുർആനിൻ്റെ മാസ്മരികതയ്ക്ക് മുമ്പിൽ, അതിൻ്റെ ഗാംഭീര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ പർവ്വതം തകർന്ന് തരിപ്പണമായി വിനയാന്വിതമായി തീരുന്നത് നബിയെ അങ്ങേക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങളെ സ്വാധീനിച്ച വിശിഷ്ടമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തമായിരുന്നു വിശുദ്ധമായ ഖുർആൻ. 6ാം നൂറ്റാണ്ടിലെ അജ്ഞരും അപരിഷ്കൃതരുമായിരുന്ന കാട്ടറബികളെ സമൂഹത്തിലെ സമുന്നതന്മാരാക്കി പരിവർത്തനപ്പെടുത്തുന്നതിൽ ഖുർആൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഖുർആനിൽ 1000 കൽപ്പനകളാണ് ഉള്ളത്, 1000 നിരോധനകളാണ് ഉള്ളത്. ആ ഓരോ കൽപ്പനകളും മനുഷ്യവംശത്തിന് ഗുണകരമാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, അവിഹിത ബന്ധം പാടില്ല, കുടുംബബന്ധം മുറിച്ചു കളയരുത്, മുതിർന്നവരെ ആദരിക്കണം, അവശത അനുഭവിക്കുന്നവരെ സഹായിക്കണം, യത്തീമീങ്ങളെ ചേർത്ത് പിടിക്കണം, അവരുടെ സമ്പത്തിൽ കൈയിട്ട് വാരാൻ പാടില്ല, വിനയാന്വിതനായി ഭൂമിയിൽ നടക്കണം, അഹങ്കാരം ഏറ്റവും വലിയ ആപത്താണ്, പലിശ ഏറ്റവും നിഷിദ്ധമായ സാമ്പത്തിക വരുമാനമാണ്, അയൽവാസിയെ പ്രത്യേകം പരിഗണിക്കണം, അന്യമതസ്ഥരുടെ ആരാധ്യവസ്തുക്കളെ കുറ്റപ്പെടുത്താനോ അസഭ്യം പറയാനോ പാടില്ല എന്നു വേണ്ട മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും, ഗുണകരമായ മുഴുവൻ വശങ്ങളും, അത് കുടുംബജീവിതമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, രാഷ്ട്രത്തിൻ്റെ ഭരണമാകട്ടെ, എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ വെളിച്ചം പകർന്നു നൽകുന്ന അത്യുത്കൃഷ്ടമായ ഗ്രന്ഥമാണ് പവിത്രമായ ഖുർആൻ. അതിലേക്ക് നോക്കൽ പുണ്യമാ, അത് പഠിക്കൽ പുണ്യമാ, അത് മനനം ചെയ്യൽ പുണ്യമാ, അതിനെക്കുറിച്ച് ചിന്തിക്കൽ പുണ്യമാണ്.
അതിൻ്റെ സമുന്നതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കൽ പുണ്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ആദരവായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായിട്ട് ഊന്നിത്തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാലത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഇന്നലകളെ സരളമായി അത് പ്രതിപാദിക്കുന്നു. നാം നിലകൊള്ളുന്ന ഈ നവനൂറ്റാണ്ടിൻ്റെ നാഡീസ്പന്ദനങ്ങളെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു. നാളെ നാം നിലകൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിനും പ്രത്യേകിച്ച് ഈ ഭൂമിക്കും എന്താണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു. നമുക്ക് മുൻപ് കഴിഞ്ഞുപോയ ജനപദങ്ങൾ അവരെ ആത്മീയതയിലേക്കും ഭൗതികതയിലേക്കും ഗുണകരമായ നല്ല കാര്യങ്ങളിലേക്കും ക്ഷണിച്ചിരുന്ന മഹത്തുക്കളായ ദൈവദൂതന്മാർ, നബിമാർ, അവരുടെ ജീവിത ചരിത്രം വളച്ചുകെട്ടില്ലാതെ നമുക്ക് പ്രതിപാദിച്ചു തരുന്ന പരിശുദ്ധമായ ഗ്രന്ഥം. മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ച് എന്നു വേണ്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എന്നും കാലിക പ്രസക്തിയോടുകൂടി തന്നെ ഉയർന്നു നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നാം ഇന്ന് കാണുന്ന സൂര്യൻ ചലിക്കുന്നില്ല എന്നായിരുന്നു ശാസ്ത്രത്തിൻ്റെ നിഗമനവും കണ്ടെത്തലും. കാലാന്തരത്തിൽ അത് മാറ്റി ഈ മഹാപ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളും എന്നുവെച്ചാൽ അഖില ഗോളങ്ങളും അതിന് നിർണയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ, സഞ്ചാരപഥത്തിലൂടെ നീന്തിത്തുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ അച്ചുതണ്ടിൽ, ഭ്രമണപഥത്തിൽ, സഞ്ചാരവീഥിയിൽ നീന്തിത്തുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഖുർആനിൻ്റെ ഖണ്ഡിതമായ പ്രവചനം. നാളെ ഈ ഭൂമിക്ക് എന്തു പറ്റും? ശാസ്ത്രം തന്നെ സമ്മതിച്ചതാ ഈ മഹാപ്രപഞ്ചം കെട്ടടങ്ങും, നശിക്കുമെന്ന്. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഈ ഭൂമി ഒരു വിറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി ഗർഭം പേറിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വസ്തുക്കളെയും പുറന്തള്ളിയാൽ. വഖാലൽ ഇൻസാനു മാലഹ, ഈ ഭൂമിയുടെ പുറത്ത് ചവിട്ടി നടന്ന മനുഷ്യൻ അന്താളിച്ച് ചോദിച്ചു പോകും, ശാന്തസുന്ദരമായി ഭൂമിക്ക് എന്തു പറ്റിയെന്ന്. എന്താണ് നമുക്കിത് നൽകുന്ന ഗുണപാഠം? ഈ മഹാപ്രപഞ്ചം കാലാന്തരത്തിൽ നശിക്കും എന്ന വലിയൊരു സന്ദേശം ഖുർആൻ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ശരിയായ ധർമ്മം, ശരിയായ ലക്ഷ്യം ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ ഖുർആനിൻ്റെ ശീതളച്ചായയിൽ പടച്ചവൻ്റെ തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഉപസംഹരിക്കുന്നു. ജനകോടികൾക്ക് പടച്ചവൻ നരകമോചനം നൽകുമ്പോൾ നമ്മെയും മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും ഗുരുനാഥന്മാരെയും നമുക്ക് കടമപ്പെട്ട മുഴുവൻ ജനങ്ങളെയും പടച്ചവമ്പുരാൻ അതിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആയതിനാൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിർദ്ദേശിക്കാനുള്ളതും ഈ വിശുദ്ധ റമളാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്തം നമ്മൾ പൂർത്തിയാക്കണം. കഴിവിൻ്റെ പരമാവധി നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. ആ ഖുർആൻ നാളെ ആഖിറത്തിൽ നമുക്ക് ശുപാർശകനായി വരും. ഈ ലോകത്ത് അതിൻ്റെ സൽഫലങ്ങൾ നമുക്ക് നേർക്കുനേരിൽ കാണാൻ കഴിയും. ഖുർആനിൻ്റെ വാർഷിക കാലഘട്ടമാണ് വിശുദ്ധമായ റമളാൻ. ലൈലത്തുൽ ഖദറിൻ്റെ നിർണിതമായ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉന്നതമായ ഖുർആനിനെ തിരുതങ്ങളിലേക്ക് പകർന്നു നൽകിയത്. മാനവ ചരിത്രത്തിലെ ഒരു മാറ്റത്തിൻ്റെ, ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു ഖുർആനിൻ്റെ അവതരണം. ഇന്നും ജനകോടികൾക്ക്, ഇന്നലെയും ജനകോടികൾക്ക്, നാളെയും ജനകോടികൾക്ക് വഴികാട്ടിയായി ഈ പരിശുദ്ധമായ ഗ്രന്ഥം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായാലും, ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഏതെല്ലാം കൊടിമുടികൾ വിരാജിച്ചാലും കീഴടക്കിയാലും ശരി, പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ അതിൻ്റെ തേജസ്സോടുകൂടി, അതിൻ്റെ വെണ്മയോടുകൂടി, അതിൻ്റെ അമാനുഷികമായ ആ പ്രസരിപ്പോടുകൂടി നിലനിൽക്കും. അതിനെ നാമാണ് ഇറക്കിയത്. ഖിയാമത്ത് നാൾ വരെ അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. റമദാൻ തുടങ്ങുന്നതിന് 2 ദിവസത്തിന് മുമ്പ് വടക്കൻ ജില്ലയിലെ 6 വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ ഈ വിശുദ്ധമായ ഖുർആൻ 6 പ്രാവശ്യം സമ്പൂർണ്ണമായി കേൾപ്പിച്ചു എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. ആഗോളതലത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 പുരസ്കാരം ആ കുട്ടി സ്വായത്തമാക്കി. 6 വയസ്സുകാരൻ്റെ പക്വത എത്രയായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമാനുഷിക ദൃഷ്ടാന്തം എന്ന നിലയിൽ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ഈ വിശുദ്ധമായ ഖുർആൻ സമ്പൂർണ്ണമായി മനനം ചെയ്യാനുള്ള ഹൃദയവിശാലത നൽകി. പത്രക്കാരുടെ മുമ്പിൽ ആ കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മനനശേഷി, ബുദ്ധിയുടെ വളർച്ച വളരെ വലുതാണെന്ന്. 1.5 വർഷം കൊണ്ട് ആ കുഞ്ഞ് വിശുദ്ധമായ ഖുർആൻ സമ്പൂർണ്ണമായി മനനം ചെയ്തു. ഇതെല്ലാം നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ട പച്ച പരമാർത്ഥങ്ങളാ സഹോദരങ്ങളെ. അങ്ങനെ ഇന്നും ഇന്നലെയും നാളെയും ഒരു വെളിച്ചമായി, ഒരു വഴികാട്ടിയായി, ഒരു നിത്യനൂതനമായി വിശുദ്ധ ഖുർആൻ നമ്മളോടൊപ്പം നിലനിൽക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.